നമുക്കിന്ന് നല്ല നാടൻ രീതിയിൽ മാങ്ങ ഇട്ടിട്ടുള്ള ഒരു മീൻകറി ഉണ്ടാക്കി നോക്കിയാലോ. പുളിമുളകുമാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉലുവ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഈ മൂന്നും കൂടെ ഒന്ന് ചതച്ചിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടെ കീറിയിട്ട് അതും കൂടെ ഒന്ന് മൂത്തതിന് ശേഷം ഒരു തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മൾ നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അത് നമ്മുടെ അളവിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. മീൻ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ട് എടുക്കാം. അതിൽ ആ ഒരു പച്ചപ്പൊടിയുടെ പച്ചമണവും കൂടെ മാറിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ പുളിക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കറി നല്ല രീതിയിൽ തിളച്ച് വരുന്ന സമയത്ത് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് നെത്തോലിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് മീനാണോ എടുക്കുന്നത് അത് ഇതുപോലെ വെച്ച് നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ കറി ഒന്ന് കുറുകി വറ്റി നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും വേണമെങ്കിൽ